ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ദോശയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചട്നി മുരിങ്ങയില വെച്ച് വളരെ ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഒരു കേടുമില്ലാതെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ തന്നെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചട്നിയാണ്. ഇത് മുരിങ്ങയില നന്നായിട്ട് കഴുകി ഇച്ചിരി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്കിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളമെല്ലാം മാറണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഉഴുന്ന് ചേർക്കാം. ഉഴുന്നും അതിനോടൊപ്പം തന്നെ വെക്കും, കാരണം അപ്പോൾ ഇലയിൽ വല്ല വെള്ളാംശം ഉണ്ടെങ്കിലും ഇതിനോടൊപ്പം തന്നെ അതങ്ങ് നല്ല ഡ്രൈ ആയിക്കോളും. ഉഴുന്ന് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ചൂടാക്കണ്ട, അതൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒത്തിരി കളർ മാറുന്നിടം വരെ ചൂടാക്കണ്ട. അതിലേക്ക് പിന്നെ നമുക്ക് പൊട്ടുകടല ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കുള്ള ഇഷ്ടം, നമ്മളെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ അളവും. പൊട്ടുകടലയും ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളും അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അത് എല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. നമുക്കിത് വളരെ ഒത്തിരി നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന, അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ അതിലേക്ക് നമുക്കൊരു ഇച്ചിരി കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്കതിൽ മുളക് ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം, നല്ല ഫൈൻ പൊടിയായിട്ട്. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി. എണ്ണയിലാണ് ഇത് ചാരിച്ചെടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.